ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ഈ ഒരു സത്സംഗം ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സഭയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഹാർദമായിട്ടുള്ള നമസ്കാരം അർപ്പിക്കുകയാണ്. നമ്മൾ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് ആ ഒരു അമൃത വർഷത്തിൻ്റെ ആനന്ദത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന അവസരമാണ്. ഇന്ന് ആറാട്ട് ദിവസമാണ്. ആ ഭഗവാനുമായിട്ട് ഐക്യപ്പെടുന്നതിനുണ്ടാവുന്ന ആനന്ദവർഷം, ആ ആനന്ദത്തിനാണ് നമ്മളെല്ലാവരും മുങ്ങിക്കുളിച്ച് വരേണ്ടത്. അതിനെ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു ഭഗവത് ചൈതന്യവുമായിട്ട് ഏകീഭാവം പ്രാപിച്ച് ആ ഒരു അനുഗ്രഹ വർഷത്തിൽ ആ ഭഗവാന്റെ കൃപയിൽ പൂർണ്ണമായിട്ടും, ആ കൃപ നമ്മളിൽ പൂർണ്ണമായിട്ടും വർഷിക്കപ്പെടട്ടെ. അതിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹീതരാവാൻ സാധിക്കട്ടെ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ ഉള്ള മനസ്സ്, ആ മനസ്സിൻ്റെ ശുദ്ധി, ഭക്തി, ഇതൊക്കെ നമ്മളിൽ നിറയാൻ ഇടവരട്ടെ എന്ന് ആദ്യം തന്നെ പറയുന്നു. ക്ഷേത്ര ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, അത്രയും വലിയ ഒരു ദൈവികമായിട്ടുള്ള തരംഗമാണ് അത് ചുറ്റുപാടും പ്രസരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ കോഴിക്കോട് നഗരത്തെ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, കോഴിക്കോടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ കണക്കാക്കുന്ന ക്ഷേത്രമാണ് ഈ അഴിഞ്ഞിലം ക്ഷേത്രം എന്നുള്ളത്. വളരെ പ്രൗഢിയോട് കൂടിയിട്ട്, ആധ്യാത്മികമായിട്ടുള്ള മഹിമയോട് കൂടിയിട്ട് നിലകൊള്ളുന്ന സങ്കേതമാണ്. ഓരോ വർഷവും വിപുലമായ രീതിയിൽ ഇവിടെ ചിട്ടകളെല്ലാം പാലിച്ചുകൊണ്ട് ഉത്സവാഘോഷങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സത്സംഗങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ആചരണങ്ങളോടൊപ്പം ആ ആചരണങ്ങൾക്ക് പിന്നിലുള്ള അറിവും കൂടി പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അല്പം അറിവെങ്കിലും നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആചരണങ്ങളൊക്കെ കൂടുതൽ സാർത്ഥകമായിട്ട് തീരുന്നുള്ളതാണ്. ആചരണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാതെ നമുക്കതിനെ ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ഏത് ആചരണവും തന്നെ നമ്മുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ചോദിച്ചാൽ അവനവന്റെ ജീവിതമാണ്. അവനവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും തന്നെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിമിഷം പോലും വിശ്രമമില്ലാത്ത പണിയെടുക്കലിലാണ് ആളുകൾ മുഴുകിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് വേണ്ടിയിട്ട് എന്നാ പറയുക. അമ്പലത്തിൽ വരാനോ ഉത്സവ അവസരത്തിൽ വന്നിട്ടൊന്ന് തൊഴാനോ പോലും സമയമില്ലാത്ത വിധത്തിൽ അത്രയും തിരക്ക് പിടിച്ചങ്ങനെ പോവുകയാണ്.
കാരണം ചോദിച്ചാൽ എന്താ പറയാ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് എന്ന് പറയും. പക്ഷെ ആ തിരക്കിൽപ്പെട്ട് കഴിയുക എന്നുള്ളത് തന്നെ ഒരു ശീലമാക്കിയിരിക്കുകയാണ് നമ്മൾ. തിരക്കുകൾ പെടേണ്ട സമയത്ത് നമുക്ക് തിരക്കിൽപ്പെടാൻ സാധിക്കണം. പക്ഷെ എപ്പോഴും തിരക്കിൽപ്പെട്ടാൽ പിന്നെ മനസ്സതൊരു ശീലമാക്കും. സ്വസ്ഥമായിട്ടിരിക്കാൻ അറിയാത്ത വിധത്തിൽ മനസ്സ് നമ്മളെ പിന്നെ ഓടിക്കാൻ തുടങ്ങും. ആദ്യം നമ്മളായിട്ട് ഓടി, പക്ഷെ പിന്നെ മനസ്സതൊരു ശീലമാക്കിയിട്ട് നമ്മളെ ഓടിക്കാൻ തുടങ്ങണ അവസ്ഥയിലെത്തും. അത് വേണ്ട അല്ലെ? നമ്മളായിട്ട് തന്നെ എന്ത് നേടണം എന്ന് നിശ്ചയിച്ചിട്ട്, ജീവിതത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നിശ്ചയിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമൊക്കെ നമുക്ക് ഓടാം. പക്ഷെ എന്തിനൊന്നില്ലാത്ത ഓട്ടം വേണ്ട എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി വിചാരിക്കുന്നു അല്ലെ? എന്തിനൊന്നില്ലാത്ത ഓട്ടമാകരുത് നമ്മളുടെ ആരുടെയും ജീവിതം. പിന്നെ എന്തായിരിക്കണം? ഒരു നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണമായിരിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ പലർക്കും ഉണ്ട്. എന്നാലും ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ആറ്റിക്കുറുക്കി നോക്കുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അന്തർധാര എന്താണെന്നുള്ളതാണെങ്കിൽ എനിക്ക് സുഖം വേണം എന്നുള്ളതായിരിക്കും. എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് സുഖം വേണം, എനിക്ക് സംതൃപ്തി വേണം. ഇതാണ് എല്ലാ വിധത്തിലുള്ള ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ എന്ത് തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അന്തസ്സത്തയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സുഖം വേണ്ട എന്നുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് സുഖം വേണ്ട എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? പിന്നിലെങ്ങാനും ആരെങ്കിലും? ആരുമില്ല അല്ലെ? എല്ലാവർക്കും വേണ്ടത് എന്താണ് ജീവിതത്തിൽ? സുഖം, പിന്നെ സ്വസ്ഥത, ശാന്തി, ഇതൊക്കെയാണ് വേണ്ടത് വ്യക്തിഗതമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. പക്ഷെ ഈ സുഖം, സ്വസ്ഥത, ശാന്തി എന്നൊക്കെ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എപ്പോഴും പുറമേയുള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കിയിട്ട് സുഖമായിട്ടിരിക്കാൻ എപ്പോഴും സാധിക്കില്ല. ബാഹ്യമായിട്ടുള്ളതെല്ലാം അനുകൂലമായിട്ട് ഞാൻ സുഖമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും സാധിക്കുമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പുറമേ ഇരിക്കുന്നവരൊക്കെ അവർക്കും കൈവക്കാം. പുറമേയുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും സുഖം ഇല്ലാതാക്കുന്നത് പുറമേയുള്ള പല പല ഘടകങ്ങളുമാണ്. അപ്പൊ ഒരാൾ വിചാരിക്കുകയാണെന്ന് വെച്ചോട്ടെ, എനിക്ക് പുറമേ ഉള്ളതിനെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് അനുകൂലമാക്കി എടുത്തിട്ട് എനിക്ക് സുഖമായിട്ടിരിക്കാം എന്നൊരാൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ? ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിലതൊക്കെ അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് വേറൊരു ഭാഗത്തു നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ടാവും? പലതും പ്രതികൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ സുഖമായിട്ടിരിക്കാൻ. എന്താണ് ആ വഴി? ഏത് അവസരമായാലും, പുറമെ ഇനിയിപ്പോ നല്ലതായിക്കോട്ടെ, വിഷമം പിടിച്ച അവസ്ഥയായിക്കോട്ടെ, മനസ്സിനെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുക. ഏതവസ്ഥയിലും സ്വസ്ഥമായിട്ടിരിക്കാൻ, ശാന്തമായിട്ടിരിക്കാൻ, സുഖം കണ്ടെത്താൻ മനസ്സിനെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. നമ്മുടെ മനസ്സിന് ചില ശീലങ്ങളാണ്. സുഖമായിട്ടിരിക്കുക എന്നുള്ളതും ഒരു ശീലമാണ്. അസ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളത് മനസ്സിന്റെ ഒരു ശീലമാണെന്ന് പറഞ്ഞതുപോലെ സുഖമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും അതെന്താണ്? മനസ്സിന്റെ ഒരു ശീലമാണ്. എങ്ങനെയാണ് ഒരു ശീലം രൂപപ്പെടുന്നത്? എങ്ങനെയാണ് ഒരു ശീലം നമ്മളിൽ രൂപപ്പെടുന്നത്? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും കുറച്ച് പ്രായമുള്ളവരാണെന്നുള്ളത് കൊണ്ട് അല്ലെ, എല്ലാവരും ചെറിയ കാലത്തിൽ കോപ്പി വരെ എഴുതിയിട്ടുണ്ടാവും, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് എങ്ങനെ ഒരു ശീലം രൂപപ്പെടുന്നത് എന്നുള്ളത്. എങ്ങനെയാണത്? നമ്മൾ ആവർത്തിച്ച് പരിശീലിക്കുന്നതിലൂടെ, ആവർത്തിച്ച് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെയാണ്
നമുക്ക് ശീലങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ മനസ്സിനും ചില നല്ല ശീലങ്ങൾ ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ചിലതൊക്കെ നമ്മൾ ദിവസവും ചെയ്യേണ്ടതുണ്ട്, ചിലതൊക്കെ മനസ്സിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ശാന്തി ശീലിച്ച ഒരു മനസ്സിനെ കിട്ടുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? ശാന്തി ശീലിപ്പിക്കണം. ഇവിടെ ഇപ്പം ഉത്സവമൊക്കെ ആയതുകൊണ്ട് ആനകളൊക്കെ ഉണ്ടായിരുന്നു, 3 ആനകൾ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അല്ലെ, ആനകൾ കാട്ടുന്ന നേരെ കൊണ്ടുവന്നിട്ട് ഉത്സവത്തിലേക്കൊക്കെ നമുക്ക് തടംപഴുന്നടിക്കാനും ഒക്കെ നിയോഗിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യും നമ്മള്? അതിനെ നമ്മള് പരിശീലിപ്പിച്ചെടുക്കും. അതുപോലെ ആനയൊക്കെ പരിശീലിപ്പിക്കാൻ ഇത്തിരി എളുപ്പമാണ് അല്ലെ. മതിച്ച മർക്കടനാണെന്നുണ്ടെങ്കിൽ, ഒരു കുരങ്ങനാണെന്നുണ്ടെങ്കിൽ അതിനെ പരിശീലിപ്പിക്കാൻ കുറച്ചധികം പ്രയാസമായിരിക്കും. ഇനി അത് ഇത്തിരി മദ്യവും കൂടി കുടിച്ച് കുരങ്ങനാണെന്നുണ്ടെങ്കിൽ അതിലേറെ പ്രയാസമായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സ് എന്നാ പറയാ അല്ലെ. മനസ്സ് എങ്ങനെയുള്ളതാണ് മനസ്സ്? ഉപമയുണ്ട് കേട്ടോ, ആനയായിട്ട് ഉപമിക്കും. പക്ഷെ ശാന്തനായിട്ടുള്ള ആനയല്ല, ഇണങ്ങിയ ആനയായിട്ടല്ല ഉപമിക്കുക. പിന്നെ എങ്ങനെയാ പറയാ? മതോന്മത്തനായിരിക്കുന്ന ഗജം പോലെ എന്ന് പറയും. എന്നുവെച്ചാൽ മതിച്ചിരിക്കുന്ന ആനയായിട്ട്, അല്ലെങ്കിൽ മദ്യപിച്ചിരിക്കുന്ന കുരങ്ങനായിട്ടൊക്കെയാണ് മനസ്സിനെ ഉപമിക്കുക. അപ്പൊ അങ്ങനെയുള്ള മതിച്ച ആനയെ ആണെങ്കിൽ പോലും അതിനെ നമുക്ക് ഉപായങ്ങളിലൂടെ മെരുക്കിയെടുക്കാൻ സാധിക്കുന്നു പറയുന്നത് പോലെ വളരെ ചഞ്ചലമായിരിക്കുന്ന ചപലമായിരിക്കുന്ന സ്വഭാവത്തോടൊത്തതാണ് നമ്മുടെ മനസ്സ്. അതിൽ യാതൊരു സംശയമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഭഗവാൻ ഗീത 6-ാം അധ്യായത്തിൽ അർജുനന് ധ്യാനത്തെ കുറിച്ച് ഉപദേശിക്കും. എങ്ങനെയാണ് ധ്യാനം പരിശീലിക്കുന്നത്? ശുചൗദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശം എല്ലാവരും പഠിക്കുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്ത്, നല്ല ശുദ്ധമായിരിക്കുന്ന ഒരു സ്ഥലത്ത്, മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ആസനം വിരിച്ച് അതിൽ നീണ്ടു നിവർന്നിരുന്ന് ഒരു ധ്യേയത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ആ ഒരു ധ്യാനത്തെ കുറിച്ചിട്ട് ഭഗവാൻ അർജുനൻ ഉപദേശിക്കും. ഈ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ ഭഗവാനോട് തൻ്റെ ഒരു സങ്കടം പറയും. ഭഗവാൻ അങ്ങ് ഉപദേശിച്ചതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ഉപദേശമാണ്, പക്ഷേ ഇത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ, ഇതെനിക്ക് പരിശീലിക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല. വേണമെന്ന് വെച്ചാൽ വായുവിനെ പിടിച്ചു കേട്ടാം. വായുവിനെ പിടിച്ചു കേട്ടാൻ പറ്റുമോ? പ്രയാസമാണ്, പറ്റില്ല അല്ലെ. പക്ഷെ എന്നാൽ അതുപോലെ നമുക്ക് സാധിച്ചു എന്ന് വരും. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞാൽ അത്ര സുഗമമല്ലാതെ സാധിക്കുന്ന എനിക്ക് തോന്നില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയും. ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദ് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ചഞ്ചലം ഹി മനഃ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, ഈ മനസ്സ് വളരെ ചഞ്ചല സ്വഭാവത്തോട് കൂടിയതാണ്. പ്രമാധി ബലവദ് ദൃഢം, നമ്മളെ ഇങ്ങനെ പ്രമഥനം ചെയ്യുന്ന സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്, കടയുന്ന സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്, ഇളക്കി മറിക്കുന്ന സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മനസ്സിനെ പിടിച്ചു കെട്ടുന്നത് തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം, വായുവിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടാണ് ഈ ഒരു കൃത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഹേ അർജുന, നീ പറഞ്ഞതൊന്നും ശരിയല്ല, മനസ്സിനെ നിയന്ത്രിക്കുക പറഞ്ഞാലൊക്കെ വളരെ എളുപ്പമാണ് എന്നായിരിക്കോ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവുക? തിരിച്ച് എന്താ ഭഗവാൻ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞത്? അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. ഭഗവാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക, ഒരു സംശയമില്ല അർജുന, നീ പറഞ്ഞത് മനസ്സെങ്ങനെയുള്ളതാണ്? ദുർനിഗ്രഹം ചലം, നിഗ്രഹിക്കാൻ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്, ചഞ്ചല സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. ഇപ്പൊ എങ്ങോട്ടേക്കൊക്കെയാണ് പോകുക എന്നുള്ളതൊന്നും പറയാനേ പറ്റില്ല, അത്രയും
ചപല സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയും, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഉപായം ഉണ്ട്. ചില ഉപായങ്ങളെ അവലംബിച്ചാൽ ഇത്രയും നിയന്ത്രണമില്ലാതെ പരക്കം പായുന്ന ഈ മനസ്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പിടിയിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്താ ചെയ്യേണ്ടത്? അഭ്യാസവും വൈരാഗ്യവുമാകുന്ന 2 ഉപായങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചിട്ടുള്ള പരിശീലനം. മനസ്സിനെ പരിശീലിപ്പിക്കണം. ഇന്നും നമ്മൾ പരിശീലനം മുടക്കിയിട്ടില്ല. നമ്മൾ പരിശീലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാനല്ല പരിശീലനം കൊടുക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ ഉടനീളം ചില പരിശീലനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഇന്നത്തെ പരിശീലനം മനസ്സിനെ ഏതെങ്കിലും വിധത്തിൽ സംയമിക്കുന്ന വിധത്തിലല്ല, മറിച്ച് മനസ്സിനെ കയറൂരി മേയാൻ വേണ്ടിയിട്ടാണ്, പലതിലേക്ക് മേയാൻ വേണ്ടിയിട്ടാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ആക്കം കൂട്ടുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ ഫോൺ അല്ലെ? മനസ്സിന്റെ ചപലതയെ, ബഹിർമുഖതയെ ആക്കം കൂട്ടുന്നതാണ് ഈ മൊബൈൽ ഫോൺ. അതിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും. ഇപ്പോഴും പ്രഭാഷണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിണി എന്ന് പറഞ്ഞൊരു ശബ്ദം അല്ലെ? ചിലർക്കൊന്നും നോട്ടിഫിക്കേഷൻ സൈലന്റ് ആക്കി വെക്കാൻ പോലും ഇഷ്ടമില്ല. എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ നോട്ടിഫിക്കേഷൻസ് അല്ലേ? പിന്നെ എന്തൊക്കെ ആപ്പുകളാണുള്ളത്? സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, കുറച്ച് ചെറുപ്പക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഇനി നമുക്കറിയാത്ത എന്തൊക്കെയോ അവരുടെ ലോകം തന്നെ ഒന്ന് വേറെ എന്താണ് പറഞ്ഞാൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ്, പുതിയ ഓരോ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ മനസ്സ്, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്, പക്ഷെ അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ അറിയണില്ല എത്രമാത്രം ഊർജമാണ് ഇങ്ങനെ ചിന്നിച്ചിതറി നമ്മളിന്നും പോകുന്നത്. നമ്മുടെ ഒരു ചിന്ത പറഞ്ഞാൽ അത് വലിയ വിലയുള്ളൊരു കാര്യമാണ്. ഒരു ഊർജം, നമ്മളുടെ ഒരു ഊർജമാണ് അങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇന്ന് ഡിസ്ട്രാക്ഷൻ, ബഹിർമുഖത, മനസ്സിന്റെ ആ ഒരു ചഞ്ചലതയെ, ചപലതയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിട്ടുണ്ടെങ്കിൽ അവസാനം എവിടെ എത്തുക പറയാൻ പറ്റില്ല അല്ലേ? കുട്ടികൾക്കൊക്കെ ഹൈപ്പർ ടെൻഷനൊക്കെ ഇന്ന് കൂടി വരികയാണ്. കാരണം അച്ഛനമ്മമാര് അവരുടെ ഒരു സ്വഭാവം കുട്ടികൾക്ക് പകർന്നു കിട്ടുമല്ലോ. ഇപ്പൊ കഴിഞ്ഞ തലമുറയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ കാലഘട്ടത്തിന്റെ സ്വഭാവം, പ്രത്യേകത കൊണ്ട് അവരും ഈ ഡിസ്ട്രാക്ഷൻ ശീലിച്ച് അവർക്ക് ഉണ്ടാവുന്ന കുട്ടികള്, അപ്പൊ ഇനി അടുത്ത ജനറേഷൻ എന്തായിരിക്കും ആലോചിച്ചു നോക്കൂ അല്ലെ? പക്ഷെ അങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് എന്ത് വേണം? ഒരു തിരിച്ചു വരവ് ആവശ്യമാണ്. അതിനെ എന്താ ഭഗവാൻ പറഞ്ഞത്? അഭ്യാസം ചെയ്യണം. നിരന്തരമായിട്ടുള്ള പരിശീലനം മനസ്സിന് കൊടുക്കണം. രണ്ടാമത് അഭ്യാസം പറഞ്ഞത് ഏകദേശം മനസ്സിലായി. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞത് അത് ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്താ രണ്ടാമത്തത്? വൈരാഗ്യം അല്ലെ? വൈരാഗ്യം ഞങ്ങൾക്കൊക്കെ നല്ലോണം ഉണ്ട്. എന്താ വൈരാഗ്യം? മറ്റേ ആളോട്ടുള്ള വിദ്വേഷം, അതാണ് വൈരാഗ്യം. ആ വൈരാഗ്യമാണോ വേണ്ടത് മനസ്സേകാഗ്രമാവാൻ? അല്ല, അതല്ല ഇവിടെ പറഞ്ഞ വൈരാഗ്യം. ഇവിടെ പറഞ്ഞ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലുള്ള രാഗമില്ലായ്മയാണ്. അതിനെ വേറൊരു വിധത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരനോടുള്ള ഭക്തി എന്ന് പറയാൻ നമുക്ക്. അപ്പൊ 2 ഉപായങ്ങൾ നമ്മൾ അവലംബിച്ചാൽ ഒന്നെന്താ വേണ്ടത്? ഇളകാത്ത ഭക്തി. ആരോട്? ആ പരമാത്മാവായിട്ടുള്ള ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനിൽ ഇളകാത്ത ഭക്തി, അണമുറിയാതെ ഒഴുകുന്ന ആ ഒരു ഭക്തി നമുക്ക് നേടാൻ സാധിച്ചാൽ, അതോടൊപ്പം ആ ഭഗവാന്റെ നാമജപവും ഉപധ്യാനവും ഒക്കെ ആകുന്ന ഉപായങ്ങളെ കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനവും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ നാമജപവും
അതൊന്നും ശീലിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിത്യവും അല്പം പ്രാണായാമമൊക്കെ ചെയ്ത് ആ വിധത്തിലുള്ള ഉപായങ്ങളെങ്കിലും അവലംബിക്കുക. എന്തെങ്കിലും ചില ഉപായങ്ങൾ നമുക്ക് കൂടിയേ തീരൂ മനസ്സിനെ ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാൻ. കാരണം ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അത് നമുക്ക് എവിടെന്നും വീണ് കിട്ടാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും മനസ്സ് ശാന്താവുകയായിരിക്കുന്നു വിചാരിക്കാനും പറ്റില്ല. കാരണം അല്ലെങ്കിൽ പുറമേയുള്ള ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ എനിക്ക് ശാന്തി കിട്ടുമായിരിക്കും. എൻ്റെ ചുറ്റും എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ, സ്നേഹമുള്ള ആൾക്കാരൊക്കെ നിറഞ്ഞാൽ എനിക്ക് ശാന്തി കിട്ടുമായിരിക്കും എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും നമുക്ക് ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ വേണ്ട. കാരണം ബാഹ്യ ഘടകങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് അതിൻ്റെ തന്നിഷ്ടം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ എന്താക്കുക, ശീലിപ്പിച്ചെടുക്കുക. ഏത് അശാന്തമായിരിക്കുന്ന ബാഹ്യാവസ്ഥയിലും ശാന്തമായിരിക്കാൻ, ഏത് അസ്വസ്ഥമായിരിക്കുന്ന സാഹചര്യത്തിലും സ്വസ്ഥമായിരിക്കാനുള്ള ചില ശീലങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉപായം. നമുക്ക് ശാന്തിയും സ്വസ്ഥതയും വേണമെങ്കിലുള്ള ഉപായം ഇത് മാത്രമാണ്. ആരാണോ ഇത് ശീലിച്ചിട്ടുള്ളത് അവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. അവർക്കാണ് ലോകത്തിൽ ഉയരാൻ സാധിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ഉയർച്ചയും നേടാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ മേൽ നമുക്ക് എത്രത്തോളം നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു ഭാരതീയമായിട്ടുള്ള സംസ്കാരം, നമ്മുടെ കേരളീയമായിട്ടുള്ള സംസ്കാരം വളരെ ക്ഷേത്രവുമായിട്ട് അത്രയും ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് പൂർവികമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ കൈക്കൊണ്ട് വന്നിരുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയും നമ്മുടെ ബന്ധങ്ങളുടെ ആ ഒരു ഇഴയടുപ്പവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില ആചരണങ്ങളൊക്കെ ചേർത്ത് വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ശീലം, നമ്മുടെ ചുറ്റുപാടുള്ളതിനെയൊക്കെ ആദരിക്കാനുള്ള ഒരു മനോഭാവം, എല്ലാത്തിലും ആ ഒരു ഈശ്വര സാന്നിധ്യത്തെ കണ്ടിട്ടൊന്ന് ആദരവോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, ബഹുമാനത്തോട് കൂടിയിട്ട് എല്ലാത്തിനെയും സമീപിക്കാനുള്ള ആ ഒരു മനോഭാവം, സേവ ചെയ്യാനുള്ള മനോഭാവം, ഇതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കൃതി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. നമ്മുടെ സ്വാർത്ഥന്മാരായിട്ട് ജീവിച്ചാൽ ജീവിതത്തിൽ വലിയ ഉയർച്ച നേടാം എന്ന് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ അങ്ങനെ ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ സ്വാർത്ഥതയാണ്, എത്രത്തോളം സ്വാർത്ഥന്മാരാവാൻ പറ്റുമോ അത്രത്തോളമാണ് നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. പക്ഷെ പുതിയ തലമുറയൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അതാണ്. മറ്റാരുടെയും ജീവിതത്തെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു വിധത്തിലും അതിനെക്കുറിച്ചൊന്നും പരിഗണിക്കാതെ സ്വന്തം കാര്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ എങ്ങനെയൊക്കെയോ മനുഷ്യന്മാരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംസ്കൃതി അതല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലെയും സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതവും നമുക്കുണ്ട്. വെറും വ്യക്തി ജീവിതം മാത്രമല്ല, സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. ഇത് ഈ രണ്ട് തലങ്ങളിലും നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെ മാത്രം നമുക്കൊന്ന് എടുത്തു പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും പ്രകാരത്തിൽപ്പെട്ടിട്ടുള്ള സാധന ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളത്. അതിപ്പോ ഇത്രയും പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്. സാധന പറഞ്ഞാൽ എന്താണ്? എന്തോ ഒന്ന് സാധിപ്പിക്കാൻ ചെയ്യുന്ന ഉപായത്തെയാണ് സാധന എന്ന് പറയാ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള, ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആചരണങ്ങൾ, ചില നിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ ഒരു വിശിഷ്ടമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു 24 മണിക്കൂറുള്ള ദിവസമല്ലേ എല്ലാവർക്കും ഇവിടെ ഉള്ളത്, അല്ലെ? 24 മണിക്കൂറിൽ കുറവ് ആർക്കെങ്കിലും ഉണ്ട്? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും? എല്ലാവരുടെ ദിവസത്തിലും 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറുള്ള ദിവസത്തിൽ എന്ത് വേണം? ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതിൽ നിന്നും നീക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ട് നീക്കി വെക്കണം? നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ, ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാൻ തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ആചരണങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് ഒന്ന് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സത്സംഗത്തിനുള്ള സമയം കണ്ടെത്തണം. ജീവിതത്തിൽ സദാസമയവും TV കണ്ടിരിക്കലോ ഒന്നും പോരാ. കല്യാണത്തിനും വിരുന്നുകൾക്കും ഒക്കെ പോവുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചോടുക, അത് മാത്രമായാൽ പോരാ. കുറച്ച് സമയം നമ്മൾ സത്സംഗത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്കും. ഇതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. എത്ര പേര് ഈ കൂട്ടത്തിൽ ദിവസവും സത്സംഗം ചെയ്യാറുണ്ട്? അമ്പലത്തിലൊക്കെ സത്സംഗം ഉള്ളപ്പോഴല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദ്യം. അല്ല, ദിവസവും വേണം സത്സംഗം. അതെങ്ങനെ? നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, അതൊരു സത്സംഗമാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇന്നിപ്പോ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സൗകര്യമാണ്. ഏതൊക്കെ ആചാര്യന്മാരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ ആ സത്സംഗത്തിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ നീക്കി വെക്കുക. പിന്നെ മൂന്നാമതായിട്ട് സൽക്കർമ്മം ചെയ്യാനുള്ള സന്നദ്ധത നമുക്ക് ഉണ്ടാകും. എന്തിനാണ് സൽക്കർമ്മം ചെയ്യുന്നത്? സൽക്കർമ്മം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും ജീവിക്കുന്നത്. അല്ലാതെ നമ്മുടെ മിടുക്കുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് വിചാരിക്കരുത്. അപ്പം നമുക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഒരു ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചുണ്ടായിരിക്കേണ്ട മനോഭാവമുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ഒരു നന്ദി ഭാവം, കൃതജ്ഞതാഭാവം എന്ന് പറയാം, അല്ലെ? ആ കൃതജ്ഞത നമുക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മുടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ ഇനിയൊന്നും ഇല്ല. ഏറ്റവും ഉത്തമനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാം, കൃതജ്ഞത ഉള്ളിലുള്ള മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ. ആ കൃതജ്ഞതാഭാവം നമ്മൾ ഊട്ടി ഉറപ്പിക്കാനായിട്ടുള്ള പരിശ്രമം ചെയ്യണം. കൃതജ്ഞത നമുക്കുണ്ടായിരിക്കണം. ആരോടൊക്കെ കൃതജ്ഞത വേണം? 5 ഘടകങ്ങളെ ഋഷിശിരന്മാര് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഈ അറിവ് നൽകിയിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാരോട് നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് തീർക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദേവന്മാരോട്, ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ശക്തികളായിട്ടുള്ള ദേവന്മാരോട് നമുക്ക് കടപ്പാടുണ്ട്. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരോട് കടപ്പാടുണ്ട്. അതുപോലെ മറ്റു മനുഷ്യരോട് കടപ്പാടുണ്ട്. മറ്റു ജീവജാലങ്ങളോട് നമുക്ക് കടപ്പാടുണ്ട്. അപ്പൊ ഈ കടപ്പാട് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടാമത്തെ എന്താണ്? സൽക്കർമ്മം അല്ലെങ്കിൽ സേവ. സേവ ചെയ്യണം നമ്മള്. എന്തിനാണ് സേവ ചെയ്യുന്നത്? നമ്മൾ കാണിക്കുന്ന വലിയൊരു ഔദാര്യമൊന്നുമല്ല സേവ. ആ നിലയ്ക്കല്ല നമ്മൾ സേവ ചെയ്യുന്നത്. പിന്നെ ഏത് നിലയ്ക്ക് ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടം തീർക്കലാണ് മട്ടിൽ നമ്മൾ സേവ ചെയ്യണം. സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നന്ദി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാമായണത്തിൽ ഒരു വാക്യമുണ്ട്. ഹനുമാൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കും ശ്രീരാമൻ ചെയ്തിട്ടുള്ള ഉപകാരത്തെ പറ്റി. അവർ തമ്മിൽ സന്ധി ഉണ്ടാക്കിയല്ലോ, സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ സന്ധി ഉണ്ടാക്കി. രണ്ടുപേരും ഉടമ്പടികൾ വെച്ചിട്ടാണ് സന്ധി ചെയ്യുന്നത്. അപ്പൊ ആ സന്ധിയിൽ രാമന്റെ ഭാഗം രാമൻ പൂർത്തിയാക്കി. സുഗ്രീവന് രാജ്യാധികാരം കിട്ടി. പക്ഷെ അങ്ങനെ രാജ്യാധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ സുഗ്രീവൻ രാമന് കൊടുത്ത വാക്ക് മറന്നുപോയി. ഏതായാലും രാജ്യാധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞ സമയപ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞ്. മഴക്കാലത്ത് ചാതുർമാസ്യം അനുഷ്ഠിച്ചിട്ട്
പഠിച്ചിട്ട് അതിനുശേഷമാവാം സീതാന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാഹന പർവ്വതത്തിന്റെ മുകളിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി, അറിഞ്ഞില്ല. ഈ സമയത്ത് സുഗ്രീവൻ കിഷ്കിന്ധയിൽ തനിക്ക് പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള രാജ്യാധികാരത്തിന്റെയും രാജകീയമായിട്ടുള്ള സുഖങ്ങളുടെയും ഒക്കെ ആ ഒരു മധ്യത്തിൽ കഴിയുമ്പോ രാമന് കൊടുത്ത വാക്കൊക്കെ തൽക്കാലത്തേക്കായിട്ട് മറന്നൂന്ന് വന്നു. മറക്കാൻ പാടില്ല സുഗ്രീവൻ, പക്ഷെ പാപം മറന്ന് പോകുന്ന ഒരു സ്ഥിതി എത്തി. അപ്പോഴാണ് ഒരു നല്ല മന്ത്രിയുടെ ആവശ്യം അവിടെയാണ് അല്ലേ. രാജാവിനൊരു കൃത്യവിലോപം ഉണ്ടായിട്ട് തിരുത്തുന്ന ആള് നല്ല മന്ത്രിയാണോ? അല്ല, രാജാവിന് എന്തെങ്കിലും കൃത്യവിലോപം വരാൻ പോകുന്നുണ്ട് എന്ന് വരുമ്പോ ഓർമ്മിപ്പിക്കുക. ആ ഒരു വലിയ ദൗത്യം ഹനുമാൻ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഹനുമാൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമുക്ക് ആ ഒരു സ്മരണ, ആ ഒരു പ്രത്യുപകാരം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമുക്ക് സഹായിക്കുന്ന ആളോട് ആയിരിക്കില്ല. അയാൾ നമ്മളിപ്പോ ഒരു ദീർഘയാത്രയ്ക്ക് പോയി എന്ന് വെച്ചോട്ടെ. അപ്പൊ ഇതില് പ്രയാഗ്രാജിലൊക്കെ പോയ ആൾക്കാരുണ്ട്. അപ്പൊ കുംഭമേളകളുടെ കാലമാണല്ലേ, അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ കൂട്ടത്തിൽ പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് പോയിട്ട് സ്നാനം ചെയ്തു വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട്? 1-2 കൈകളൊക്കെ തോന്നുന്നുള്ളൂ. അവിടെ പോകാത്തവർക്ക് ഇപ്പം ഈ പുതിയ നമ്മുടെ കേരളത്തിൽ തന്നെ അവസരമുണ്ട്. മാഘമക ഉത്സവമൊക്കെ നടക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ആ ഒരു മഹത്തുക്കൾ ഒത്തുകൂടുന്ന ആ ഒരു സംഗമ ഭൂമിയിലൊക്കെ പോയി ആ അനുഗ്രഹം നേടാൻ സാധിക്കുമെന്ന വലിയ നമ്മുടെ ജീവിതത്തിലെ വലിയ പുണ്യമാണത്. ഏതായാലും ശരി, അവിടെ നമ്മള് പ്രയാഗ്രാജിലൊക്കെ പോയിട്ട് അവിടെ സ്നാനം ചെയ്യുന്ന സമയത്ത് നമ്മള് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ, അപ്പൊ നമ്മള് ആശ്രമത്തിൽ നിന്ന് കുറച്ചു പേര് ആയിട്ട് പോയ സമയത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അവരെന്തൊക്കെ സഹായം നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അവരോട് പോയിട്ട് ആ സഹായമൊക്കെ ചെയ്തവരോട് പോയിട്ട് നമുക്ക് തിരിച്ചിനി ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആരാന്ന് പോലും നമുക്കറിയില്ല. അവർക്ക് പോയിട്ട് തിരിച്ചെന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ കാണേ കേൾക്ക് ഒന്നും ചെയ്യാത്ത എത്ര ആളുകളാണ് നമ്മളെ ഏതൊക്കെയോ വിധത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആലോചിച്ച് നോക്കൂ, അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. ചിലത് വിചാരം ഈ ലോകം എന്ന് പറഞ്ഞാൽ വളരെ ദുഷിച്ച ഒരു സ്ഥലമാണ്, അല്ലെ, ഇത് കലികാലമാണ്, എവിടെയും നന്മയില്ല, അതൊക്കെയാണ് നമ്മൾ പറയാ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നന്മ ലോകത്തുനിന്ന് ഒരിക്കലും അറ്റുപോയിട്ടില്ല. ആ നന്മ നമ്മൾ കാണാറില്ല അധികം എന്ന് മാത്രം. നന്മ എത്രയോ ഉണ്ട്, തിന്മയും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ലേ. തിന്മയ്ക്കൊരു ശക്തി കൂടുകയാണ് ഈ കാലത്ത് എന്നുള്ളതും തോന്നിപ്പോകും, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ അവിടെയും ഉണ്ട്. പണ്ട് കുമാരനാശൻ പറഞ്ഞതുപോലെ സ്ഫുടധാരകൾ ഊരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന് പറഞ്ഞതുപോലെ അവിടെയുണ്ട് എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റും. അപ്പൊ നമുക്കൊരു സഹായം, ഒരു ഉപകാരം ലഭിക്കുന്നത് ചിലപ്പോ നമുക്ക് എന്താ പറയാ, ആ ഉപകാരം കിട്ടിയിടത്ത് പോയിട്ട് നമുക്ക് തിരിച്ചൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം പോലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമുക്ക് തിരിച്ചുപകാരം ചെയ്യുന്ന ഒരു വിധത്തിലും പ്രതീക്ഷയില്ലാത്ത ആളുകൾക്ക് നമ്മളും സേവ ചെയ്യും. നമുക്കൊരു ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നമ്മൾ ആർക്കെങ്കിലും ആയിട്ട് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആരായിട്ട് തീരും? നമ്മൾ കടക്കാരായിട്ട് തീരും, നമ്മൾ കടം പേറുന്നവരായിട്ട് തീരും. കടം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കാണ് എപ്പോഴും, അല്ലെ? മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാണ്ടാവും. ഒരു കടം, നമുക്ക് എന്തെങ്കിലും കടം വീട്ടാനുണ്ട് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഒരു ഭാരമാണ്. ശരിയാണോ അല്ലയോ? സാമ്പത്തികമായിട്ടുള്ള കടമാണ് പറയുന്നത്. അത് വീട്ടിൽ തീർന്നിടത്തോളം നമുക്ക് ഒരു ഭാരമാണ് നെഞ്ചത്ത്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തം ഒരു കല്ലിറക്കി, ഭാരം ഇറക്കി വെച്ചത് കൊണ്ടാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള കടങ്ങൾ വീട്ടിൽ തീർത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലൂടെ ആ അനുഗ്രഹം, ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ഒഴുകി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് പ്രാപഞ്ചികമായിട്ടുള്ള കടങ്ങളും വീട്ടിൽ തീർക്കേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന അനുഗ്രഹത്തെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്തിട്ട് എന്ത് ചെയ്യണം?
പൂരിപ്പിക്കണം. മനസ്സിലായില്ലേ? സേവ ചെയ്ത് തന്നെ വീട്ടിൽ തീർക്കണം. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് നമ്മള് സൽക്കർമ്മങ്ങളെ സേവ ചെയ്യുന്നതിലൂടെ നിർവഹിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് സഹായിച്ച ആളെ തന്നെ തിരിച്ചങ്ങോട്ട് സഹായിക്കാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് സഹായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സഹായം വേണ്ടി വരില്ല. അങ്ങനത്തെ ആൾക്കാരായിരിക്കും നമ്മൾ സഹായിക്കണം. മഹാപുരുഷന്മാരൊക്കെ അല്ലെ, ഭഗവാനൊക്കെ നമ്മളെ എത്രമാത്രമാണ് അനുഗ്രഹിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത തന്നെ അല്ലെ, ഈശ്വര ശക്തി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വരനെ നമ്മൾ തിരിച്ചങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാൻ പൂർണ്ണസ്വരൂപനാണ്. പക്ഷേ നമുക്ക് ആ കടം വീട്ടിൽ തീരുന്നെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്ത് നിന്ന് ഭഗവാൻ ഉദ്ദേശിച്ച്, ദേവന്മാരെ ഉദ്ദേശിച്ചിട്ട്, ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ദേവൻ ഉദ്ദേശിച്ചിട്ട്, മറ്റു മനുഷ്യരെ ഉദ്ദേശിച്ച്, മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചില ത്യാഗങ്ങൾ, സേവാപ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരായിട്ട് തീരണം. നമ്മളുടെ കയ്യിൽ നിന്നുമുള്ള ഒരു എന്താ പറയാ, ദ്രവ്യമായിക്കോട്ടെ, എന്തെങ്കിലും സമ്പത്ത് ആയിക്കോട്ടെ, അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതൊരു നഷ്ടമാണ്. അയ്യോ ഇത്ര ഉറുപ്പ്യ എനിക്ക് കുറഞ്ഞില്ലേ, അയ്യോ എനിക്ക് ഇത്ര വസ്തു കുറഞ്ഞില്ലേ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താ കാരണം? അതൊരിക്കലും നമുക്കൊരു നഷ്ടമല്ല. അത് നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം കൂട്ടി പറയണം ഇവിടെ. ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് സമർപ്പിക്കുന്നതും ഈ ഒരു പഞ്ചമഹായജ്ഞങ്ങളുടെ ഭാഗമായിട്ട് വരും. ഈ പറഞ്ഞതൊക്കെ പഞ്ചമഹായജ്ഞങ്ങളിൽ അന്തർഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗൃഹസ്ഥാശ്രമി നിത്യവും ചെയ്യണമെന്ന് അനുശാസിക്കപ്പെട്ടിട്ടുള്ള 5 യജ്ഞങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ. അതിവിടെ എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഒന്നുകൂടി പറയണേ. എന്താണ് പഞ്ചമഹായജ്ഞങ്ങൾ? ഋഷീശ്വരന്മാരോടുള്ള കടം വീട്ടാൻ ഋഷിയജ്ഞം, അച്ഛനമ്മമാരോട് കടം വീട്ടാൻ പിതൃയജ്ഞം, ദേവന്മാരോട് പ്രപഞ്ച ശക്തികളോടുള്ള കടം വീട്ടാൻ ദേവയജ്ഞം, മറ്റ് ജീവജാലങ്ങളോടുള്ള കടം വീട്ടാൻ ഭൂതയജ്ഞം, മറ്റു മനുഷ്യരോടുള്ള കടം വീട്ടാൻ മനുഷ്യയജ്ഞം. അങ്ങനെ 5 യജ്ഞങ്ങൾ നമ്മൾ നിത്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പറയും. അപ്പൊ ദേവയജ്ഞത്തിൽ പോലും നമ്മൾ ക്ഷേത്ര ആരാധന ചെയ്യുന്നതും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സേവാപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ദേവയജ്ഞത്തിൽ പെടും. നാമജപമൊക്കെ ദേവയജ്ഞത്തിൽ പെടും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് സാമൂഹികമായിട്ട് ചില ജാഗ്രതകളും കൂടി വേണം. എന്താന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലെ. ക്ഷേത്രങ്ങളൊക്കെ ഭക്തന്മാരുടെ പിടിയിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിൽ. ആരാണ് ഇപ്പൊ ക്ഷേത്രമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പേരിൽ നടക്കുന്ന ദുരുപയോഗങ്ങൾ, കള്ളക്കളികൾ, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ സമർപ്പണം ചെയ്യുക. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് അവിടെ സമർപ്പണമൊക്കെ ചെയ്യും. പക്ഷേ ആ സമർപ്പണമൊന്നും ഭഗവാനോ ഭക്തന്മാർക്കോ ഒന്നും എത്തുന്നില്ല. പിന്നെ ആരുടെ കയ്യിലോ വല്ല കാട്ടുകള്ളന്മാരുടെയൊക്കെ കൈകളിലാണ് എത്തുന്നത് എന്നതുകൊണ്ട് ഒരു ജാഗ്രത നമുക്ക് ഉണ്ടായിരിക്കണം എന്നിവിടെ കൂട്ടി പറയും. എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഭഗവാൻ നമുക്ക് കഴുത്തിന് മേലെ ഒരു തല തന്നിട്ടുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാ? കാര്യങ്ങളൊക്കെ ഒന്ന് വിവേചിച്ചറിയാൻ അല്ലെ, ഒന്ന് ചിന്തിച്ചറിയാനും കൂടി വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ഒക്കെ ഒരു ഈശ്വര നിശ്ചയമാണ്, അതുപോലെ വരും, നമുക്കൊരു പണിയില്ല എന്ന് വിചാരിക്കരുത്. ഭഗവാൻ ഗീതയിൽ പറയും, ഉദ്ധരേത് ആത്മാനാത്മാനം, ആത്മാനം അവസാനിയത്. നമ്മളെ സ്വയം എന്ത് ചെയ്യണം? ഉദ്ധരിക്കണം എന്നാ പറയാം. നമ്മളെ സ്വയം ഉയർത്താനായിട്ട് പരിശ്രമിക്കണം. ഒരിക്കലും നമ്മളെ താഴ്ത്താൻ പാടില്ല എന്നാണ്. നമുക്ക് അതിന് സാധിക്കും വേണമെന്ന് വെച്ചാൽ നമ്മളെ സ്വയം അധപ്പതിപ്പിക്കാനും സാധിക്കും. പക്ഷെ ഉയർത്താൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ കർത്തവ്യം. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ചില ജാഗ്രതകളും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. ഭഗവാന് സമർപ്പണാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നല്ലതാണ് ആ സമർപ്പണം. പക്ഷെ അത് നല്ല കാര്യത്തിന് വിനിയോഗിക്കപ്പെടാനുള്ള ഒരു വ്യവസ്ഥയും കൂടി നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പ്രത്യേകം പ്രാർത്ഥന അർപ്പിക്കേണ്ടത് അല്ലെ. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്കൊന്ന് ലഭിക്കുന്നത് ഭക്തന്മാർക്ക്, ആ ഒരു ക്ഷേത്രങ്ങളെ ഭക്തന്മാർക്ക് ഉപയോഗിക്കാൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശ്രമം നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലുള്ള
പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹിന്ദുക്കൾ, കേരളത്തിൽ മാത്രമല്ല ഉടനീളം പല തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം, തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിൻ്റെ ഒക്കെ വിഷയം വന്ന സമയത്ത് എല്ലാവരും ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ ജാഗരൂകരായിരിക്കുന്നു വിചാരിക്കുകയാണ്. പൊതുവേ ഹിന്ദുക്കൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, എന്തോ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലാഘവ ബുദ്ധി അല്ലെ, ധർമ്മകാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ വരുന്ന സമയത്ത് ഒക്കെ ഒരു ഈശ്വര നിശ്ചയം എന്നും പറഞ്ഞിട്ട് ഒരു പ്രതിബദ്ധത ഇല്ലാതെ, സ്വന്തം ധർമ്മത്തോടെ ഒരു പ്രതിബദ്ധത ഇല്ലാതെ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ്. അല്ലാത്തൊരു വൈപരീത്യമാണ് അല്ലേ. ലോകത്തിൽ വേറെ ആരെയും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഇസ്ലാം മതത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് ഒരുമിച്ച് സമാജമായിട്ട് അവരതിനെ ചൊല്ലും. ക്രിസ്ത്യൻ സമൂഹത്തിലും അതെ, ഏതെങ്കിലും വിധത്തിൽ അവരെ നിന്ദിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലൊക്കെ അവരുടെ മതത്തെ തൊട്ട് കളിക്കുന്നവർ വിവരമാണ്. പക്ഷെ ഹിന്ദു ധർമ്മത്തിന് അങ്ങനെയല്ല. നമ്മൾ വലിയ വിശാലത പറഞ്ഞിട്ട് ആർക്കും കടന്നു കയറി എന്തും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ ചെറുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രതിബദ്ധത നമ്മളോട് കാണിക്കുകയില്ല. അതിലൊക്കെ നമുക്ക് കുറച്ച് സമൂഢതയാണെന്ന് പറയാം. ഒരു തരം അങ്ങനത്തെ വിഷയങ്ങളിൽ നമുക്ക് ഒരു തരം പിന്നോട്ടടിക്കലാണ്. ഞാനായിട്ട് എന്തിനൊരു പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തരം ഭീരുത്വം നമ്മുടെയൊക്കെ ഹിന്ദു സമാജത്തിന്റെ ഉള്ളിൽ ആ ഒരു ഭീരുത്വം വളരെ കാലമായിട്ടുള്ള ഭീരുത്വമാണ്. അതിപ്പോഴും നീങ്ങി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൽക്കർമ്മം ചെയ്യാൻ, നിരന്തരമായിട്ട് സൽക്കർമ്മം ചെയ്യും. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. പണ്ടൊരാള്, ഈ അമ്മമാര് ഇവിടെ വെയിലത്ത് നിൽക്കുന്നുണ്ട്, കുറെ പേര് പുറത്ത്, അവർക്ക് അകത്തിരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, പ്രസാദകൂട്ടനാണ്. അപ്പൊ അവർക്കൊരു നല്ലൊരു എന്താ പറയാ ശ്രവണം അല്ലെ, വെയിലത്ത് നിൽക്കുകയാണ്, വിഷമം ഉണ്ടാവും എന്നറിയാം അവര്. പക്ഷെ ഈ പറയുന്നത് കേൾക്കാനും കൂടി തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവര് നിൽക്കുകയല്ലേ അല്ലെ. അപ്പൊ അവർക്ക് ഇത് കേൾക്കാൻ സാധിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് അവർ കേൾക്കുന്നില്ല ഉണ്ടെങ്കിൽ അവരിത് ശ്രദ്ധിക്കേണ്ടതാണ്. അവര് വേറെ ലോകത്തിലാണെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കുറച്ചു നേരം അവര് നമ്മളോടൊന്ന് സഹകരിച്ചാൽ നല്ലതായിരിക്കുന്നു പറയാം. കുറച്ചു നേരം, അധികം നേരം ഒന്നും നീട്ടി കൊണ്ടുപോകില്ല. കുറച്ചു നേരം അവരും അമ്പലത്തിൽ വന്നിരിക്കുകയാണല്ലോ, അപ്പം കുറച്ച് മനസ്സിനടക്കാൻ അല്ലെ, ഭഗവാന്റെ ചിന്ത ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്. ബാക്കി കാര്യമൊക്കെ തൽക്കാലം മറന്നിട്ട് ഭഗവാന്റെ നാമം മനസ്സിൽ ഉരുവിട്ടും കൊണ്ട് അങ്ങനെ നിന്നിട്ട് പോയിട്ട് പ്രസാദം കഴിച്ചാൽ ഒരു നല്ല സുഖമുള്ള കാര്യമായിരിക്കുന്നു പറയാൻ. ശരി, അത് അറിഞ്ഞുകൊണ്ടല്ലാതെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സേവ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പം ചെയ്യുന്ന സേവയുടെ, പണ്ടൊരു ആള്, പ്രായം ചെയ്യുന്ന ഒരാള്, അയാൾ കഴിഞ്ഞിട്ട് നടക്കാൻ പോലും വയ്യ, പക്ഷെ അയാള് ഒരു കയ്യിലൊരു ചെടിയും എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് മണ്ണില് ഒരു കുഴി ഉണ്ടാക്കി ചെടി അവിടെ വെച്ച് നട്ട് വെള്ളം എവിടുന്നോ കൊണ്ടുവന്നിട്ട് ഒഴിക്കുക. അപ്പൊ ഇത് കണ്ടപ്പോ വേറെ ആൾ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താ ഇയാൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ട് എന്താ കാര്യം? ഇത് വളർന്ന് വൃക്ഷമാകുമ്പോഴേക്കും നിങ്ങള് ബാക്കി ഉണ്ടാവില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ വെക്കുന്നത് ചോദിച്ചു. അപ്പൊ അയാൾ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം ഏത് മാവുന്നാണോ മാങ്ങ കഴിച്ചത്, ഏത് തെങ്ങുന്നാണോ തേങ്ങ അനുഭവിച്ചത്, അതൊന്നും ഞാൻ വെച്ചതല്ല. പിന്നെ ആര് വെച്ചതാ? എന്റെ പൂർവികര് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് വെച്ചാൽ, അതുപോലെ ഞാൻ എത്രയോ മരങ്ങളുടെ അടിയിൽ തണല് കൊണ്ട് കിടന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ നട്ടുണ്ടാക്കിയിട്ടുള്ള മരങ്ങളല്ല. അപ്പൊ ഇന്ന് ഞാൻ ഈ മരം വെച്ചാൽ ഇതിന്റെ ഫലം എനിക്ക് തന്നെ അനുഭവിക്കണമെന്ന് ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഇത് എന്റെ പിന്നാലെ വരുന്നവർക്ക് തണലായിരിക്കുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവർക്ക് ഇത് പഴങ്ങളായിരിക്കുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് കേട്ടോ സൽക്കർമ്മവും. സൽക്കർമ്മം നമ്മൾ ഇന്ന് ചെയ്താൽ അതിന്റെ തണല് ഇന്ന് നമുക്ക് എനിക്ക് അനുഭവിക്കാൻ പറ്റുക, നമ്മുടെ പിന്നാലെ വരുന്ന നമ്മുടെ തലമുറയെ പിന്നീട് വരുന്നവർ.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറേ സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള സൽക്കർമ്മത്തിന്റെയും കൂടി ഫലമാണെന്നുള്ള ഓർമ്മ നമുക്ക് വേണം. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബം നന്നാവണം എന്ന് വെച്ചാൽ കുട്ടികളെ നല്ല സംസ്കാരമുള്ളവരായിട്ട് തീരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ രോഗം ദുരിതം ഇതൊന്നും ഇല്ലാതെ നമ്മുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യം കൊണ്ട് കൂടിയാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ ഫലം തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി തണല് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് സേവ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടിയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വ്യക്തമാണല്ലോ? അപ്പൊ സൽക്കർമ്മം, പിന്നെ സൽക്കർമ്മം അല്ലെങ്കിൽ സേവ, പിന്നെന്താ പറയുന്നത്? സാധന. ഇനി വേണ്ടത് എന്താണ്? സത്സംഗം. അത് പറഞ്ഞു. ഇനി അപ്പൊ വ്യക്തിഗതമായിട്ട് ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? സാധന, എന്തെങ്കിലും ചില ജപവും അനുഷ്ഠാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. പിന്നെ സത്സംഗം വേണം. പിന്നെ സേവ വേണം. പിന്നെ സത്സംഗം വളരെ പ്രധാനമാണ്. ദുസ്സംഗത്തിനാണ് ഒരുപാട് സാധ്യത ഉള്ളത്. പക്ഷെ സത്സംഗം ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമ്മളെ പ്രചോദിപ്പിക്കുന്ന മോട്ടിവേഷൻ നമുക്ക് നൽകുന്ന വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ. മനസ്സിന്റെ ശീലം എന്താണ്? മനസ്സിനറിയാതെ ഒരു ശീലമുണ്ട്. എന്താ ശീലം? അതിനെ ശീലിപ്പിച്ചതാണ് കേട്ടോ. എന്താ ശീലം എന്ന് ചോദിച്ചാൽ എല്ലാ വിഷമങ്ങളിലും പോയിട്ട് ഉടക്കുക. നമ്മൾ ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഒരു ദിവസം രാവിലെ എണീറ്റ് രാത്രി കിടക്കാൻ പോകുന്നതിന് ഇടയ്ക്ക് നമുക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കുറേ ആൾക്കാരെ നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ടാവും, അല്ലെ? സ്നേഹമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മളും കുറേ പേരെയൊക്കെ നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറേ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങൾ എല്ലാ ദിവസവും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. എന്താ പറയാ, അതിന് വലിയ സമ്പത്തുള്ള ആളായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. എല്ലാ മനുഷ്യനും നിത്യവും യാചക വൃത്തിയിൽ കഴിയുന്ന ആളാണെങ്കിൽ പോലും അയാൾക്കും ഉണ്ടാവും ചില നല്ല നിമിഷങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോ അന്നുണ്ടായ നല്ല ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് എത്തുമോ? നല്ല ഓർമ്മ എത്ര ഉണ്ടെങ്കിലും അതൊന്നും വരില്ല. പിന്നെ എന്താ ഓർമ്മയിൽ വരുള്ളൂ? കിടക്കാൻ പോകുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, നാമം ശ്രമിക്കാനിരിക്കുന്ന സമയത്തൊക്കെ എന്താ ഓർമ്മയിലേക്ക് വരിക? ആരോ ഒരാള് ചിരിച്ചില്ല, അല്ലെങ്കിൽ ആരോ ഒരാള് നമ്മളെ കുറ്റം പറഞ്ഞു, ആരോ ഒരാൾ. ഇന്നിപ്പോ എല്ലാവർക്കും ഈ ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടു. അതും കൂടി പറയണം. കുട്ടികളെ മാത്രം പറഞ്ഞാൽ പറയല്ലേ, അമ്മമാരൊക്കെ ഉണ്ട് ഇപ്പോൾ ബ്ലോഗേഴ്സ് ആയിട്ട്, അവരൊക്കെ പറയേണ്ടി വരും. എല്ലാവരും എന്താ കമന്റ് നോക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ. ശരി, അപ്പൊ അങ്ങനെ നമ്മളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വിധത്തിൽ കമന്റ് ഇട്ടു. ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അതാണ് നമ്മളെ ഉറക്കം കെടുത്തുന്ന വിധത്തിൽ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സാധന ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ്. സത്സംഗം പ്രധാനമാണ്, സേവ പ്രധാനമാണ്. പിന്നെ ഒന്നും കൂടി കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു, സേവയിൽ അന്തർഭവിക്കുന്നതാണ്. പക്ഷെ എന്നാലും ഓർമ്മിക്കാൻ വേണ്ടി ഒന്നും കൂടി ചേർത്ത് പറഞ്ഞു. എന്താണത്? നമ്മൾ എപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെ തൊട്ടെണ്ണാൻ പഠിക്കണം എന്നുള്ളത്. നമ്മൾ കർമ്മമായിട്ട് എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ശരി, കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത 8ാം അധ്യായം പഠിക്കുന്ന സമയത്ത് അതിലൊരു വാക്യമുണ്ട്, അതിവിടെ പറയാം. എന്താണെന്നറിയോ വാക്യം? നമ്മൾ എന്ത് ഓർമ്മിച്ചുകൊണ്ടാണോ അവസാന കാലത്ത് മരിക്കുക, മരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ടല്ലോ എല്ലാവരുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ എന്ത് ഓർമ്മയോട് കൂടിയിട്ടാണോ മരിക്കാൻ നമുക്ക് സാധിക്കുന്നത്, മരിക്കുന്ന സമയത്ത് എന്ത് ഓർമ്മയാണോ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത ജന്മം. ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് ചേരും. അടുത്ത ജന്മത്തിന് നമുക്ക് അങ്ങനെയുള്ള നല്ല ജന്മം കിട്ടും. ഭഗവത് സ്മരണയോട് കൂടിയിട്ടുള്ള ജന്മം കിട്ടും.
സാധിക്കുക എന്നാണ് അവരുടെ സംശയം. അതെങ്ങനെ മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഓർമ്മ വരിക? നിങ്ങളുടെ ആരുടെങ്കിലും അനുഭവത്തിലുണ്ടോ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ഈശ്വരനാമം ജപിച്ചുകൊണ്ട്? അല്ലെ, പണ്ട് പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, നല്ല ഭക്തിയുള്ള ആൾക്കാര്. അവര് മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മരിച്ചു പോയിട്ടോ. സാധാരണ അതിന് വലിയ തപസ്സികൾ അങ്ങനെ ഹിമാലയത്തിൽ പോയിട്ട് തപസ് ചെയ്തവരൊന്നും ആയിരിക്കണം എന്നില്ല, അല്ലാതെ തന്നെ നല്ല ഭക്തിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ചിലർ ചോദിച്ചു എങ്ങനെ മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റാമെന്ന്. അതിനൊരു എളുപ്പ വഴിയുണ്ട് എന്ന് പറഞ്ഞു. എന്താ എളുപ്പ വഴി? അതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്ന സമയത്ത്, അവസാനം ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുക. എന്ത് ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്, അതേ ഓർമ്മയാണ് ഉണർന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എന്ത് ഓർമ്മയാണോ മരിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക, അതേ ഓർമ്മ നമുക്ക് ഉണർന്നു വരുമ്പോഴും ഉണ്ടാകും. അപ്പൊ ഒന്നേ വേണ്ടു, മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ സ്മരണ ഉണ്ടാവാൻ നമ്മൾ മരിക്കുന്ന സമയത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തേ ചെയ്യണ്ടോ? എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ ഭഗവാന്റെ സ്മരണയാണുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഉണർന്നു വരുമ്പോഴും ഭഗവാന്റെ സ്മരണ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക, ഓർമ്മിക്കുക. ഉണർന്നു വരുമ്പോൾ ആദ്യം ഭഗവാനെ സ്മരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഉറങ്ങാൻ പോകുമ്പോൾ അതിന് ഈ ഫോണൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ ചിന്തയൊക്കെ വരില്ല. അതുകൊണ്ട് കിടക്കാൻ പോകുന്നതിന് മുന്നേ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് നാമം ജപിച്ച് ആ മനസ്സിൽ അന്ന് ചെയ്ത എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ ചെയ്തതൊക്കെ സമർപ്പിക്കുക. അന്ന് വന്ന വിഷമങ്ങളും നന്മകളും ഒക്കെ അതും സമർപ്പിക്കുക. എന്നിട്ട് സമർപ്പിച്ച് മനസ്സ് ശാന്തമാക്കിയിട്ട് വേണം കിടക്കാൻ പോകാൻ. പിറ്റേ ദിവസം ഉണർന്നു വരുമ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ ഭഗവാന്റെ പൂജയായിട്ട് തീരട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് എണീറ്റും വരാം. ഇത്രയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു സംശയം വേണ്ട, മരിക്കാൻ പോകുന്ന സമയത്തും ഭഗവാന്റെ ചിന്തയിൽ നിന്ന് വന്നോളും. അപ്പോ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ നല്ലത് തൊട്ടെണ്ണാൻ ഇത്തിരി പ്രയാസമാണ്. നമ്മളുടെ തൊട്ടെണ്ണലൊക്കെ എന്തിനാ പെടുക? നമുക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളിലാണ് പെടുക. പക്ഷെ നല്ലതിനെ തൊട്ടെണ്ണാൻ മനസ്സിൽ ഒന്ന് ശീലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. നമ്മളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മൾ കഷ്ടപ്പെട്ടു ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വരുന്ന സ്ഥിതികളെല്ലാം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാൻ പലർക്കും. അങ്ങനെ ഒരു വിധത്തിലുള്ള വഴിയും ഇല്ല എന്ന് വന്ന് നിൽക്കുന്ന സമയത്ത് എന്തെന്നാന്നറിയാതെ നമുക്കൊരു അനുഗ്രഹത്തിന്റെ ഒരു വെളിച്ചം നമ്മളിലേക്ക് വന്നെത്തും. നമ്മൾ നല്ലത് തൊട്ടെണ്ണാൻ ശീലിച്ച ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. മനസ്സിലായി? അതുകൊണ്ട് നല്ല അനുഭവങ്ങളെ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് അതിൽ സന്തോഷിച്ച് അതിൽ നന്ദി പറഞ്ഞ് അങ്ങനെ ആ ഒരു പ്രഭയോട് കൂടിയിട്ട് ആ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി, ആ ഒരു ഊർജം നമ്മളിൽ എപ്പോഴും സംഭരിച്ചു വെക്കുക. അത് നമ്മളിൽ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി ഇതൊക്കെ വ്യക്തിനിഷ്ഠമായിട്ട് പറഞ്ഞതാണ്. ഇനി ഇതിനെ കുറിച്ച് തന്നെ എത്ര പറഞ്ഞാലും തീരില്ല, അത്രയും വലിയ വിഷയമുണ്ട്. ഇനി സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഹിന്ദു സമൂഹം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ചും കൂടി പറയാം. അതും സായില് തുടങ്ങുന്ന 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സമ്പത്ത്. 4 തരത്തിലുള്ള ഉപാസനകൾ ചെയ്യാന്ന് പറയാം. എന്ന് വേണ്ടത് സമ്പത്താർജിക്കുക. സമ്പത്തിനെ ഉപാസിക്കാൻ പഠിക്കണം ഹിന്ദുക്കൾ. സമ്പന്നരാവാൻ മറന്നു പോകരുത്. ദാരിദ്ര്യം നമുക്ക് വേണ്ട. പിന്നെ എന്ത് വേണം? സമ്പന്നരാവണം. സാമ്പത്തികം തന്നെ, അല്ലാതെ വേറെ അതിന് താല്പര്യാർത്ഥം എടുത്തിട്ടല്ല പറയുന്നത്. പിന്നെ എന്താണ്? സമ്പത്താർജിക്കുക. മിനിമം നമ്മുടെ സ്വത്ത് വിറ്റ് തുലയ്ക്കാനെങ്കിലും ഇരിക്കുക. മനസ്സിലായോ പറയുന്നത്? നമുക്ക് പൂർവികമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്ത് വിറ്റ് തുലച്ച് ധൂർത്തണിച്ച് കടക്കണിയിൽ മുങ്ങി അവസാനം ആത്മഹത്യയിൽ അഭയം തേടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. പകരം എന്ത് വേണം? നമുക്ക് സമ്പത്തിനെ ആർജിക്കാൻ സാധിക്കണം. നല്ല സമ്പന്നരാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവബോധം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവണം. നല്ല വിദ്യാഭ്യാസം നമുക്ക് വേണം.
നല്ല നല്ല തൊഴിൽ മേഖലകൾ നമ്മൾ കണ്ടെത്തണം. അവിടെ കുശലമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ധനവിനിയോഗം നമ്മൾ പഠിക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഒരു ധനികന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ധൂർത്തടിച്ച് കഴിയുന്നവരായിരിക്കുന്ന വലിയ തെറ്റിദ്ധാരണയാണ്. ഏറ്റവും ധൂർത്തടിക്കുന്ന ആൾക്കാര് സമ്പന്നന്മാരായിരിക്കില്ല. ആരായിരിക്കുന്നറിയോ? അന്നന്നത്തെ ചെലവിന് വേണ്ടിയിട്ട് പണിയെടുത്ത് കാശ് കൊണ്ടുവരുന്നവർക്ക് എന്തില്ല, അതിനെ ശരിയായിട്ട് വിനിയോഗം ചെയ്യുന്ന ശീലം ഉണ്ടാവില്ല. അപ്പൊ സാമ്പത്തിക വിനിയോഗം അനാവശ്യമായിട്ടുള്ള ധൂർത്തുകളൊന്നുമില്ലാതെ അതിൽ നിന്ന് സേവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ നിന്നൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ഇതൊക്കെ ഈ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ചില വിദ്യാഭ്യാസങ്ങളാണ് ഇതൊക്കെ. ദൗർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ഇതൊന്നും ഇല്ല. എങ്ങനെ ധനവിനിയോഗം ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, അല്ലെ? കുട്ടികൾ ഇതിനെ കുറിച്ചിട്ടൊന്നും പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവര് അവസാനം ഉത്തരവാദിത്വം വരുന്ന സമയത്ത് എന്താ ചെയ്യുക? അതിനെയൊക്കെ ധൂർത്തടിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ട് വിനിയോഗിച്ചിട്ടോ ഒക്കെ അവർ ജീവിതത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായ വിധത്തിൽ ഈ സാമ്പത്തിക വിനിയോഗം ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം. ശരി, അപ്പൊ സമ്പത്തിനെ ആർജിക്കുക, ഒന്ന് അതാണ് വേണ്ടത്. രണ്ടാമതായിട്ട് എന്ത് വേണം? ഹിന്ദു സമൂഹം ശക്തമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് വേണ്ടത് എന്താണ്? സന്താനം ഉണ്ടായിരിക്കണം. സന്താനത്തെ ഉപാസിക്കാൻ ഹിന്ദു സമൂഹം സന്നദ്ധരാവണം. ഇല്ലാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ ആരായി? കേരളത്തിൽ ന്യൂനപക്ഷമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആളുകളുടെ എണ്ണം പ്രധാനമാണ്. ആളുകളുടെ എണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കറിയാം. കാരണം ഹിന്ദു സംസ്കാരത്തോടുള്ള ആ ഒരു ആദരവ് വെച്ചു പുലർത്തുന്ന ഹിന്ദുക്കൾ വളരെ വളരെ ചുരുക്കമാണ്. ഇനി അങ്ങനത്തെ കുടുംബങ്ങളിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇന്നിപ്പോ ഹിന്ദു കുടുംബങ്ങളിൽ പോയാൽ കാണുന്ന അവസ്ഥ എന്താ? കുട്ടികളില്ല. ശരിയാണോ അല്ലയോ? അപ്പൊ സമ്പത്തിനോടൊപ്പം സമ്പത്തിനെ നമുക്ക് ശരിയായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഭാവിയിൽ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ആര് വേണം? സന്താനം ഉണ്ടായിരിക്കണം. സൽസന്തതികളെ നമുക്ക് സമാജത്തിന്, രാഷ്ട്രത്തിന് നൽകാൻ സാധിക്കണം. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. സൽസന്താനം ഉണ്ടാവാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അച്ഛനമ്മമാരാവാൻ പോകുന്നവർക്ക് ആ വിദ്യാഭ്യാസം അപ്പൊ കൊടുത്താൽ പോരാ. കല്യാണം കഴിക്കുന്നതിന്റെ തലേന്നല്ല ഈ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കേണ്ടത്, അല്ലെ? ഇതൊക്കെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വേണ്ടതാണ്. എങ്ങനെ ഒരു നല്ല അച്ഛനും അമ്മയും ആവാം? സന്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സന്താനോത്പാദനം എന്നുള്ളത് തന്നെ വലിയൊരു യജ്ഞമാണ്, ഒരു തപസ്സാണ്. ആ വിധത്തിൽ അതിനെ കാണണം. അല്ലാന്ന് വരുമ്പോ എന്താ സംഭവിക്കുക? എങ്ങനെയെങ്കിലുമൊക്കെ സന്തതികൾ ഉണ്ടായിപ്പോയി പിന്നെ അവരൊരു ഭാരമായി, അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊന്നൊടുക്കാനും മടിക്കാത്ത ഒരു സമൂഹമായിട്ടാണ് ഇന്ന് നമ്മുടെ സമൂഹം ഉള്ളത്. കാമുകന്റെ കൂടെ പോകണം, അതിന് കുട്ടി തടസ്സമാണെന്ന് വരുമ്പോ കുട്ടിയെ ഒഴിവാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിയില്ല. കുഞ്ഞിനെ, നൊന്തുപെറ്റ കുഞ്ഞിനെ നിഷ്കരുണം കൊലക്കി കൊടുക്കാൻ പോലും മടിയില്ലാത്ത അച്ഛന്മാരും അമ്മമാരും, അവരെയൊന്നും ആ വാക്കുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുള്ള കാലമാണ് ഈ ഒരു കാലം. ആ അർത്ഥത്തിൽ ഇത് കലികാലം തന്നെയാണ്, അല്ലാതൊന്നും പറയുന്നില്ല, അല്ലെ? പക്ഷെ സന്താനം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഒരു അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കണ്ടിട്ട് അവര് സന്താനത്തെ സമാജത്തിന് നൽകുക എന്നുള്ളത് വലിയ തപസ്സായിട്ട് കണ്ടിട്ടുള്ള ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പൊ സന്താനത്തെ ഉപാസിക്കാൻ തയ്യാറാവണം. അടുത്തത് എന്താണ്? ഇതൊക്കെ വിശദമായിട്ട് പറയാം, പക്ഷെ ചുരുക്കിയാണ്, ഇത്ര പറഞ്ഞാൽ മതി മനസ്സിലാക്കാനുള്ളത്. പിന്നെ സംസ്കാരം. കുറെ മക്കളുണ്ട്, കുറെ സമ്പത്തും ഉണ്ട്, പക്ഷെ സംസ്കാരം ഇല്ലാന്ന് വെച്ചാലോ ഇതും നമ്മൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട്, അല്ലെ? സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുകൂടെ നല്ല സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു. മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അല്ലെ? നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ സമീപിക്കണം, ക്ഷേത്രത്തോട് എങ്ങനെ സമീപിക്കണം, കഷ്ടപ്പെടുന്നവരെ ഏത് ഭാഗത്തിൽ നമ്മൾ
സമീപിക്കണം. ഇങ്ങനെ ഒരുപാട് വിദ്യയോട് നമുക്കുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. എല്ലാം ആ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റാൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈകളിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്തെ ആവാഹിച്ചുകൊണ്ട് ഭൂമിയിൽ പാദസ്പർശം ചെയ്യുന്നതിന് മുന്നേ ഭൂമി അമ്മയാണ് എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് ക്ഷമാപണം ചെയ്തിട്ട് ഭൂമിയിലേക്ക് പാദസ്പർശം ചെയ്യാം. പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഭാവം ഉണ്ട്. ഒരു അമ്മ എന്നുള്ള മനോഭാവം ഭൂമിയോട് ഊട്ടി വളർത്തുക. രാഷ്ട്രത്തോട് അമ്മ എന്നുള്ള ഭാവം, അല്ലെ, പ്രകൃതിയോട് അമ്മ എന്നുള്ള ഭാവം, ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കുകയാണ്. കുളിക്കുന്നതിന് മുന്നേ വെറുതെ കുളിക്കുകയല്ല. ഗംഗയെ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു. ആ പുണ്യദേവതകളെ, പുണ്യനദികളെ മുഴുവനും ഈ ഒരു ജലത്തിലേക്ക് ആവാഹിച്ച് അങ്ങനെ പുണ്യതീർത്ഥത്തെ ദിവസവും കുളിക്കാൻ ശീലിപ്പിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. മനസ്സിലാവേണ്ട ഒരു തുളസി എത്ര പേരുടെ, ഇപ്പൊ ഹിന്ദുക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, അതിൽ ഒരു സംശയമില്ലല്ലോ. പക്ഷെ ഈ ഹിന്ദുക്കളുടെ എത്ര പേരുടെ വീട്ടിൽ ഉമ്മറത്ത് ഒരു തുളസി ഉണ്ടാവും? കുറെ കൈകൾ പോകുന്നുണ്ട്. സന്തോഷം സന്തോഷം സന്തോഷം. പക്ഷെ ഇവിടെ ഇരിക്കുന്നവര് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാ ഹിന്ദു വീട്ടിലും അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? തുളസി അല്ലെ, അത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. തുളസി വന്ദനം, ഗോവന്ദനം. ഗോവന്ദനം നല്ല വന്ദനാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ആർക്കും ബീഫൊന്നും ഇല്ലാണ്ട് ഭക്ഷണം പോലും ഇറങ്ങാത്ത അവസ്ഥയാണുള്ളത്. ആർക്ക്? ഹിന്ദുക്കൾക്ക്, അല്ലാതെ വേറെ ആരും പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. പക്ഷെ നമ്മുടെ സംസ്കാരം എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? ആദരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ദേവതുല്യം ആരാധിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഗോവിനെ, ഗംഗ, ഇതൊക്കെ നമുക്കൊരു വലിയ വികാരമാണ്. ഒരു വിളക്ക് എവിടെയും കണ്ടാൽ നമുക്ക് ആ ഉള്ളിൽ ഈശ്വര ചിന്ത വരെ നമ്മളൊന്ന് കണ്ടു തൊഴും. പക്ഷെ പുതിയ തലമുറ അങ്ങനെ ചെയ്യുന്ന ഉറപ്പുണ്ടോ? അച്ഛനമ്മമാരെ കണ്ടു ഒന്ന് ഇരുന്നിടത്തുന്നു, ഒന്ന് എഴുന്നേൽക്കും. ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുണ്ട് മണിക്കുത്തൊക്കെ കുത്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നത് അഴിച്ചിടും. പക്ഷെ പുതിയ തലമുറ ഒരു കഷ്ണം കടലാസം മറ്റൊന്ന് ചവിട്ടിപ്പോയാൽ അറിയാതെ നമ്മളൊന്ന് തൊട്ട് കലയിൽ വെക്കും. പുതിയ തലമുറ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ സ്പൂൺ വെച്ചിട്ട് നമ്മൾ കോരില്ല, അത് കഴുകിയിട്ടേ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇന്നിപ്പോ എന്താ ഈ ഫുഡ് ബ്ലോഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉച്ചിഷ്ടം ഒരാൾ കഴിച്ചതിന്റെ ബാക്കി അതിന് പല ശാസ്ത്രീയമായിട്ടുള്ള വശമുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. കഴിഞ്ഞ ദിവസത്തെ വാർത്ത നമുക്കറിയാം. എന്താ കാരണം? സെൻസേഷണൽ ആവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾ. ഒരു തരം മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്ന അവസ്ഥയിലാണ് ഇന്ന് സമാജമുള്ളത്. പക്ഷെ നമ്മുടെ സംസ്കൃതിയെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? മനുഷ്യനെ ദേവനാവാൻ, ദേവതുല്യം പ്രഭയോട് കൂടിയവരായിട്ട് തീരേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ നമ്മളെ ശീലിപ്പിച്ച സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. എല്ലാത്തിനെയും ആദരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള സംസ്കൃതിയാണ് നമ്മുടെ സംസ്കൃതി. ഒന്നിനെയും നിന്ദിക്കാനല്ല. നമുക്കറിയാം, ലോകങ്ങളുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാരതം ഒരിക്കലും പുറമേക്ക് പോയിട്ട് മറ്റൊരാളുടെ ഭൂമിയെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തൊരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഈ ഭാരതമാണ്. രക്തച്ചൊരിച്ചിൽ, അല്ലെ, ഭൂമിക്ക് വേണ്ടിയിട്ട് രക്തച്ചൊരിച്ചിൽ ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ നടന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധർമ്മത്തിനെതിരായിട്ട് മനുഷ്യൻ പ്രയത്നിച്ചിട്ടുണ്ട്. മഹാഭാരതമൊക്കെ വലിയ അധർമ്മത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം അതൊക്കെ നടന്നിട്ടുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് അധികാരപ്പെടാത്ത അന്യ രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറിയിട്ട്, പക്ഷെ ഇങ്ങോട്ട് ഭാരതത്തിലേക്ക് എത്ര അധിനിവേശ ശ്രമങ്ങൾ നടന്നു. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുധർമ്മം പ്രചരിപ്പിച്ചു കളയാം, ഹിന്ദുക്കളല്ലാത്തവരെയൊക്കെ കൊന്നൊടുക്കണം എന്നുള്ള ആഹ്വാനം. എന്നാൽ മറുഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ലോകാരാധ്യമായിട്ടുള്ള ഈ ഒരു സംസ്കാരം, അതിന്റെ പിന്മുറക്കാരാണ് നമ്മള് എന്നുള്ള അഭിമാനബോധം നമുക്ക് ഉണ്ടായിരിക്കണം.
ഹിന്ദു സംസ്കൃതി പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ഏറ്റവും മഹിമയാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാത്തിനും തണലേകാനും എല്ലാത്തിൻ്റെയും നന്മയെ സ്വാംശീകരിക്കാനും എല്ലാത്തിലും ഏകത്വത്തെ ദർശിക്കാനും ആ ഏകമായിരിക്കുന്ന ഈശ്വരത്വത്തെ ദർശിക്കാനും പഠിപ്പിച്ച സംസ്കൃതിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആശംസിക്കാൻ ഒരു മടിയും ഇല്ലാത്ത സംസ്കൃതിയാണ്. മറ്റുള്ളവരൊക്കെ എന്താ പറയാ, നിങ്ങൾക്ക് സുഖം കിട്ടണം എന്ന് വെച്ചാൽ എന്ത് വേണം? ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ വരണം, ഞങ്ങൾ വിളിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നാലേ നിങ്ങൾക്ക് സ്വർഗ്ഗമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെയാ പോകുകയെന്നറിയോ? കൊടുന്ന നരകത്തിലാണ്. എന്നാൽ ഒരു ഹിന്ദു ഒരിക്കലും അങ്ങനെ പറയില്ല. ഹിന്ദു എന്തേ പറയൂ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതേ ഹിന്ദുവിനെ പറയാൻ പറ്റും. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് ആശംസിക്കാൻ ഉള്ള ആ ഒരു തുറസ് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സംസ്കൃതിയിൽ ജനിച്ചിട്ടുള്ള നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ട് ഹിന്ദുവാണെന്ന് പറയുകയും ജീവിക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? സംസ്കാരം വളരെ പ്രധാനമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാറുണ്ട്, പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വസ്ത്രധാരണ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഭക്ഷണ രീതി സംസ്കാരത്തിന്റെ ഭാഗമാണ്, ആചരണങ്ങൾ, വീട്ടിൽ വിശേഷങ്ങളൊക്കെ വരുന്ന സമയത്ത് കല്യാണവും എല്ലാം ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും വരും. മരണം, ഗൃഹപ്രവേശം എല്ലാം വരും. പിറന്നാളൊക്കെ വരുമ്പോ കേക്ക് വാങ്ങി മെഴുകുതിരി കത്തിച്ച് വെച്ച് ഊതിയൊക്കെ എടുത്തി എന്നിട്ട് ഇത് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലേ പിറന്നാൾ ആഘോഷമാവുള്ളൂ. കുട്ടികളൊക്കെ കരച്ചില്ല, വാശി പിടിച്ച് കരുതി എന്താ കേക്ക് മേടിച്ചില്ല. അല്ലാതെ അമ്പലത്തിൽ പോയില്ല, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. എന്ത് വിശേഷ അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ വിശേഷങ്ങൾ വരും അല്ലെ? എല്ലാ വീട്ടിലും പിറന്നാളില്ലാത്തവരായിട്ട് ആരുമില്ല. വിശേഷങ്ങൾ വരുമ്പോഴും അതിന്റെ ഭാഗമായിട്ടൊരു സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. എന്ത് വിശേഷം വരുമ്പോഴും ആർക്കെങ്കിലും ഒരു സഹായം നമ്മൾ അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടാവും. ഒരു ജീവിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്ന ശീലം, ഇതൊക്കെ കുട്ടികൾക്ക് കൂടി വലിയ സംസ്കാരം നൽകുന്നതാണ്. അല്ലെങ്കിൽ പാവപ്പെട്ട വൃദ്ധന്മാരായിട്ടുള്ള രോഗികളായിട്ടുള്ളവരെയൊക്കെ എന്നിട്ട് പോയി കണ്ട് എന്ത് ചെയ്യണം? നമ്മളൊരു ആശ്വാസവാക്ക് അന്ന് പറയണം. അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ ആ ഒരു വ്രതം ഏറ്റവും ധന്യമായിട്ട് ചെയ്യുന്നത്. നാമജപമൊക്കെ വേണം അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതോടൊപ്പം ഈ വിധത്തിലുള്ള ഒരു സേവാപരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കാരുണ്യ പ്രവൃത്തിയും കൂടി ഉള്ളടക്കം നമുക്ക് സാധിച്ചാൽ നമ്മുടെ പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യും. അപ്പൊ മൂന്നാമതായിട്ട് സംസ്കാരം. ഇനി നാലാമതായിട്ട് ഒന്നും കൂടി പറയാനുണ്ട്. അതെന്താണ്? സംഘടന. സംഘടിക്കാൻ നമ്മള് മറന്നു പോകരുത്. ഒത്തൊരുമ. ആ ഒത്തൊരുമ നമുക്ക് ഏറ്റവും വലിയ കരുത്താണ്. എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഇത്ര വലിയ ഹിന്ദു ധർമ്മത്തിനെതിരെ ഇങ്ങനെ പല വിധത്തിലുള്ള എണ്ണത്തിൽ ഇത്ര അധികം ഉണ്ടായിട്ട്, ഹിന്ദു നാമധാരികൾ എണ്ണത്തിൽ ഇത്ര അധികം ഉണ്ടായിട്ടും ഇത്രയധികം അതിക്രമങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ നിനക്കുണ്ടാവുന്നത് അല്ലെ? ഹിന്ദു ഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്നു, ദേവീദേവന്മാരെ അവഹേളിക്കുന്നു. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് തന്നെ എന്തൊക്കെ വിധത്തിലുള്ള നമ്മുടെ ആ ഒരു ഭഗവാന്, ആ ഒരു ശിവലിംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പവിത്രമായിട്ട് കാണുന്നതാണ്. പക്ഷെ ആ ഒരു സങ്കല്പത്തിനെ പോലെ എത്ര അവഹേളനാപരമായിട്ടാണ് പലരും സമീപിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു ചോദിച്ചാൽ എന്താ കാരണം? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചെറുക്കാൻ തയ്യാറാവില്ല അല്ലെ? നമ്മൾ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇനി ഇത് പറ്റില്ല എന്നുള്ള മട്ടിൽ നമ്മൾ നിലനിന്നാൽ ഒരിക്കലും ഈ വിധത്തിലുള്ള വെല്ലുവിളികൾ ഇത് നമ്മുടെ മേലെ വിലപ്പോവില്ല. അതുകൊണ്ട് സംഘടിതമായിട്ടുള്ള ഭാവം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഈ 4 സകാരങ്ങളെ സാമൂഹികമായിട്ട് നമ്മൾ ഉപാസിക്കാൻ തയ്യാറാവുക. അങ്ങനെ നമ്മൾ ഉറപ്പിച്ച ആ ഒരു ശപഥം അല്ലെ, ആ ഒരു സങ്കല്പം നമ്മൾ എടുത്താൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ ജീവിതവും ധന്യമാവും, നമ്മളാൽ ഈ സംസ്കാരവും സമ്പന്നമായിട്ട് തീരും. ഇല്ലെങ്കിലോ നമ്മുടെ ജീവിതം എന്തായിട്ട് തീരും? വ്യക്തമാക്കി എന്ന് പറയേണ്ടി വരും. അവസാനം എന്തായിട്ടുള്ളൂ? കുറെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ഒക്കെ. ജീവിച്ച് ധന്യമായിട്ട് ഞാൻ ജീവിച്ചു എന്നുള്ള ആ ഒരു
സംതൃപ്തി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ സംതൃപ്തി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിധത്തിൽ നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സമാജത്തിനും എന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്നല്ല, നമുക്ക് നിലനിൽപ്പ് വേണ്ടേ? എന്ത് പ്രയോജനം അല്ലേ? ഭാവിയിൽ നമുക്ക് ഈ രാഷ്ട്രത്തിൽ, നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാനും നാമം ജപിക്കാനും അല്ലെ, അതിനൊന്നും വേറെ ആരുടെയും അനുവാദം വാങ്ങിയിട്ട് പോകണം എന്നുള്ള അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മളെ തടയുന്ന ഒരു കാലം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഗീത പഠിക്കരുത് എന്ന് ആരെങ്കിലും നാളെ നമ്മളോട് പറയാൻ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് അല്ലെ. ക്ഷേത്രങ്ങളിലൊന്നും ധർമ്മപാഠശാലകൾ പാടില്ല, അതൊക്കെ വർഗീയമാണെന്നൊക്കെ പറയുന്ന കാലമാണ്. അപ്പൊ അത് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ശക്തിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്കും വിധേയപ്പെട്ടിട്ടല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു കരുത്തിൽ, ആ ഒരു ശക്തിയിൽ, ആ ഒരു ആത്മാഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 ഉപാസിക്കാൻ സാമൂഹികമായിട്ട് നമ്മൾ തയ്യാറാവണം. സന്താനം, സമ്പത്ത്, സംസ്കാരം, സംഘടന. ഇല്ലാന്ന് വെച്ചാലോ നമ്മള് വിധേയപ്പെട്ടിട്ട് ജീവിക്കേണ്ടി വരും. ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കേണ്ടി വരും. നമ്മുടെ കരുത്തിനെ വിസ്മരിച്ചുകൊണ്ട് വിധേയപ്പെട്ട് നമ്മൾ കഴിയേണ്ടി വരും. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇത്തരത്തിലുള്ള ക്ഷേത്ര സങ്കേതങ്ങൾ ഉള്ളിടത്തോളം കാലം അതൊന്നും സംഭവിക്കില്ല. കാരണം ഇവിടെ ഈ ഒരു സംസ്കാരത്തെ പോഷിപ്പിക്കുന്നതിന്, ആചാരങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതിനും ഒക്കെ വിധത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷേത്ര സങ്കേതങ്ങൾ നിലനിർത്തുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഇടപെടല് നമ്മുടെ ഭാഗത്ത്, പൊതുജനങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മാതൃസമിതിയൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയും കൂടി ഉത്സാഹം ക്ഷേത്രത്തിന്റെ നല്ല ഒരു മുന്നോട്ട് പോക്കിന് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള നല്ല മാതൃസമിതി, ആ മാതൃസമിതിയും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ സജ്ജനങ്ങളെയൊക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സദാചരണങ്ങളൊക്കെ ഇവിടെ നാരായണീയവും ഭാഗവതവും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പഠനവും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. വളരെ കാലമായി അതിപ്പോഴേ അവർ മുടങ്ങാതെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സന്തോഷമാണ്. അപ്പോൾ ഇനി ഭാവിയെ കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.